അതിന്റെ ഇടയിൽ ആരടാ കിടന്ന് പറഞ്ഞു സുഖിച്ച് കളിച്ച് വന്നോണ്ടിരിക്കുന്നു ഞാൻ. ഹലോ അഡ്വക്കേറ്റ് ഫ്രാങ്ക്ലിൻ. പേപ്പറൊക്കെ കളക്ട് ചെയ്തായിരുന്നോ? പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഭാഗം വെക്കുന്നത്? ഭാഗം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ വിൽഫ്രെഡിന് ഉച്ചക്കടയിലുള്ള തട്ടുകടയും പച്ചക്കറിത്തോട്ടവും, ഇളയ മോൻ ടോണി കുരിശെങ്കലിന് നമ്മുടെ കട്ടപ്പനയിൽ കട്ടപ്പുറത്തിരിക്കുന്ന കാറും ബംഗ്ലാവും. ഈ മക്കളൊക്കെ എവിടെയാണ്? അവരൊക്കെ അങ്ങ് സ്റ്റേഷനിലാണ് കിടക്കുന്നേ. അയ്യോ, ഈ കൊച്ചു കുട്ടികൾക്ക് ഇത്രയും സമ്പത്തൊക്കെ എഴുതി കൊടുക്കണോ? എങ്ങനെ? അല്ല, രണ്ടു മക്കളും സ്ലേറ്റിൽ കിടക്കുന്നു പറഞ്ഞു. കൗണ്ടറിന് നല്ല ദാരിദ്ര്യമുണ്ടല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ സാധനം അടിച്ച് കയറ്റി വിടത്തില്ലല്ലേ? പിന്നെ ബാക്കി വരുന്ന വസ്തുക്കളൊക്കെ എന്റെ ടുട്ടുവിന് കൊടുക്കണം. ആരാണ് ഈ ടുട്ടു? എന്റെ ഹസ്ബൻഡ്. അയ്യോ, നിങ്ങളുടെ ഹസ്ബൻഡ് 20 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ, ആദ്യത്തെ ലിവിങ് ടുഗദർ നമ്മളാണ് കേരളത്തിൽ. അപ്പോൾ ഞാനും വിൽഫ്രെഡും വീണ്ടും ലിവിങ് ടുഗദറിലൂടെ ബന്ധം സ്ഥാപിച്ച വീട്ടുകാരും മറ്റവരും അറിയാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു 2 മക്കളുമായിട്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന കടലപ്പട്ടാണി പിള്ളേർക്ക് അങ്ങ് എഴുതി കൊടുക്കണം. എന്തോന്ന്? കടലപ്പിട്ടാണി, അവറ പറ്റോണി, ആ സാധനം പുള്ളിക്കങ്ങ് എഴുതി കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു നടക്ക്. ഇല്ല, ഓ അങ്ങനെ കുറച്ച് ഭാരം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എന്നെ വിളിക്കരുത്. ഇവിടുന്ന് പോയിട്ട് എത്ര ആഴ്ചയായി? 1.5 വീക്കായി. 1.5 വീക്കാ? 1.5 ആഴ്ച. ഇത്രയും ദിവസം എന്നെ നിങ്ങളൊന്ന് വിളിച്ചായിരുന്നു. നിങ്ങളത് ഞാൻ ഡൽഹി വരെ പോയിരുന്നു ബിസിനസിന്റെ കാര്യത്തിന് സേഠ്ജിയെ കാണാൻ. എന്നിട്ട് സേഠ്ജിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ അതാരെന്ന് എനിക്കറിയാം. ആരാ? ആണ്ടവൻ. അതൊക്കെ നിനക്കറിയാം? പത്ര സിനിമ ഞാനും കണ്ടായിരുന്നു. സേഠ്ജിയുടെ കൂട്ടുകാരൻ ആണ്ടവൻ. ഡൽഹിയില് വോട്ട് വ്യാപാരിയാണ് ഈ സേഠ്ജി. അതെ, ഈ സേഠ്ജി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഞാൻ വിപ്രാടത്തിൽ കോട്ട് എടുത്തിട്ടു ഓടിച്ചെന്ന് ഡോറും തള്ളി തുറന്നു. സേഠ്ജി ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. ഓഹോ. സേഠ്ജി ചെവിക്കലോടൊക്കെ എന്നെ അടിച്ചു കളഞ്ഞു. അതെന്തിന്? വെപ്രാളത്തിൽ കോട്ട് മാത്രം ഇട്ടോളൂ, പാന്റ് ഇട്ടില്ലായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായി. ടുട്ടുവിനെ തല്ലിയത് ആണ്ടവനും ഒത്തു സേഠ്ജിയോ? ആട്ടി എന്നെ വർഗീസ്. എനിക്കൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഡൽഹി പോയപ്പോഴും എന്റെ മോളെ ഞാൻ ഓർമ്മിച്ചായിരുന്നു. എനിക്കറിയാം, എന്നെ ആയിരിക്കും എപ്പോഴും മനസ്സിലാക്കി. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. 2 ലക്ഷം രൂപ കൊടുത്തു, ഒന്നും നോക്കിയില്ല. നല്ല വാച്ച് കേട്ടാ. അതെ, അടിപൊളി. അയ്യോ, ഈ വാച്ച് ഓടുന്നില്ല. അതല്ലേ പറഞ്ഞ, ഒന്നും നോക്കിയില്ല. ഒരു കാര്യം, എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈൽ? എന്താ പറ്റിയത്? ഞാൻ ഇവിടുന്ന് പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ ഹെയർ എവിടെ കളഞ്ഞത്? അടുത്ത ആഴ്ച നമ്മള് കേരളത്തിലോട്ട് പോവുകയാണല്ലോ, ബന്ധുക്കൾ അടുത്തേക്ക്. അതിന് അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ പാവപ്പെട്ടവരുടെ വീടിന്റെ മുന്നിൽ കൂടെ ഞാൻ ഇങ്ങനെ പോകും. തുമ്പി പെണ്ണേ വാ വാ വാ, തുമ്പച്ചോട്ടിൽ വാ വാ. പരിഷ്കാരികളെ വീട്ടവിടെ ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റൈലിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. കാരണം നമ്മൾ ഇവിടുന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കിയതല്ലേ ഇട്ടിട്ടു. നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടാ. ഇവിടെ ഒരു സൂപ്പർ സർപ്രൈസ് ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ എടുക്കാം. തൽക്കാലം എന്റെ മോളൊന്ന് കണ്ണൊന്ന് നടച്ചേ. എന്തിനാ? എന്റെ സർപ്രൈസ് കാണാനാ. അയ്യോ, എനിക്കറിയാം, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും എന്തോ കൊണ്ടുവന്നിട്ട്. കേറി വന്നോളൂ, കുഴപ്പമില്ല. പനി നല്ലതായിരിക്കും. ഇനി എന്റെ മോള് കണ്ണും തുറന്നു നോക്കിയേ. എങ്ങനെ ഉണ്ട്? കൊള്ളാം. പക്ഷെ ജോലി ചെയ്യാൻ മൊത്തത്തിൽ ഞാനുണ്ടല്ലോ. എന്തിനാ ജോലിക്കാരി? ഇവിടെ പാത്രം കഴുവാൻ, തുണി കഴുവാൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്റെ ടുട്ടു ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് വേലക്കാരി? അല്ല, വേലക്കാരല്ല, പിന്നെ ഒരു കൂട്ടിന്. എന്ത് വർത്താനം ടുട്ടു പറയുന്നത്? ടുട്ടുവിന് കൂട്ടും ഞാൻ, എനിക്ക് കൂട്ടു. നമുക്ക് കൂട്ടും നമ്മുടെ കുട്ടുപ്പാട്ടി. അങ്ങനെ ടുട്ടുവും കുട്ടുവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ വീട്. എന്റെ പൊന്നു കൊച്ചെ, അതൊന്നും അല്ലെന്ന്. പിന്നെ നമ്മള് ലിവിങ് ടുഗദർ അല്ലേ? ഓ, നിയമപരമായിട്ട് നമ്മളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ച കുട്ടിയാണ് ഈ കുട്ടി. എന്താ പറഞ്ഞ? നിയമപരമായിട്ട് ഞാൻ കല്യാണം കഴിച്ച കുട്ടിയാണ് ഈ കുട്ടിയെന്ന്. ഇറങ്ങടി ഇവിടുന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? നീ കാരണമാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കാരണമാണ്? നീ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. ഇപ്പൊ കാണിച്ചു തരാം. നീ വേറെ കെട്ടിക്കൊണ്ട് വന്നല്ലേ. ഹലോ നിയമപാലകരെ, 22 വർഷമായിട്ട് ഒരാൾ എന്നെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം, നല്ല വധശിക്ഷ കൊടുക്കുകയും വേണം. നിനക്ക് നല്ലൊരു വധശിക്ഷ ഞാൻ വിളിച്ചോടാ എന്റെ അടുത്ത് ദ്രോഹം കാണിച്ചേന്. നീ തേങ്ങ മേടിച്ചു തരും. എന്ത്? അതെന്റെ ഫോണാണ്, സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, ഇഷ്ടമാണ് ഇവിടെ എന്റെ പഴം. ഞാനിപ്പോ ബെന്നിമോനെ വിളിച്ച് പറയും. അമേരിക്കയിൽ വിളിച്ച് പറയും. ഞാൻ പറയില്ലേ? നോക്കി വീടിക്കോളി വിളിച്ച് പറയും. പറയല്ലേ? ഹായ് ബെന്നി. മാമാ,
മാമ അമ്മ സംഗതിക്കോടെ മോനെ. എന്താ മാമ കരയുന്ന മാമ? നിന്റെ പടിയച്ഛൻ എന്നെ ചതിച്ചടാ. പടിയച്ചനാ ഫാദർ എന്നെ ചതിച്ചടാ. മാമ ഓ എന്ത് പറ്റി മാമ? എടാ എന്നെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നിരിക്കുന്നടാ ഈയര്. മാമ ഓ എനിക്ക് ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണണം മാമ. കാണിക്കും മാമ. മക്കൾ ഇറങ്ങി പോകാൻ മാമ പറഞ്ഞു. കാണിക്കും മാമ. ഇറങ്ങി പോകാൻ പറയടാ പറ. ഹായ്. ഇത് അമ്മച്ചേക്കാളും കൊള്ളാല്ലേ? അപ്പയും മോനും കണക്കിയേറ്റ ഈ ദാരിദ്ര്യവാസി നിനക്ക് കിട്ടിയോളാ. എവനിരിക്കുന്ന കോട്ടും സൂട്ടും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. 10 പൈസ ഇല്ലായിരുന്നു. പണ്ട് ഞാൻ ഇവനെ കാണുമ്പോട്ടല്ലോ എവന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു സിനിമാ പോസ്റ്റർ പോലും ഒട്ടിക്കാൻ പറ്റത്തില്ല. അതെന്താ? ആരെങ്കിലും ഒട്ടിച്ചിട്ട് പോകും. അപ്പോഴത്തെ തന്നെ പോസ്റ്റ് വലിച്ചു കിടന്ന് അതിരിക്കണം മാവെടുത്ത് കൊടുക്കട്ടുണ്ടാക്കി തിരുന്ന ടീമായിരുന്നു. അതുകൊണ്ട് നിന്റെ പേരെന്തോന്ന്? ഞാൻ കണ്ടത്തില് വീണ. നീ കണ്ടത്തെ വീണ കാലിൽ മൊത്തം ചെളി പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്. നിന്റെ പേര് പറഞ്ഞ ഞാൻ ചോദിച്ചത്. എന്റെ പേരാണ് ഞാൻ പറഞ്ഞ കണ്ടത്തിൽ വീണ. നിങ്ങൾ ആരാണ് പെണ്ണുമ്പളെ കൊറേ നേരം ഇവിടെ എനിക്ക് ദേഷ്യം വന്നിട്ട്. നിങ്ങളുടെ പേരെന്താണ്? കാതറി പറയണി. കാർത്തിയായിനി. കാർത്യാനി വല്യപ്പ എന്റെ പിതന്മാർ. നിങ്ങൾക്ക് എന്റെ തനി സ്വഭാവം അറിയാമോ? വന്നത് അന്വേഷിച്ചു നോക്കാം അവിടെ. അയ്യോ ഇറക്കി വിടാവളാ. ഇറക്കി വിടാവളാ. എവിടെ ഇറക്കി എന്ത് വിടാ? കണ്ടിട്ട് അവനോട് വന്നത്? എന്ത് കണ്ടിട്ട് അവന്റെ കൂടെ വന്നത്? എന്റെ പൊന്നൂസിന്റെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്. എന്തുവാ? എന്താണ് ഗിന്നസ് റെക്കോർഡും കിട്ടുമെന്ന് പറഞ്ഞു. അതെന്തോ സാധനം? മൂക്കും വിരലും വെച്ചിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. കാണിച്ചു കൊടുക്കും പൊന്നൂസേ. അറിയട്ടാ കാണിക്കും. എന്റെ കൊച്ചേ 22 വർഷമായിട്ട് ഞാൻ ഇത് കണ്ട് ഇവിടെ തലവേദന എടുത്തിരിക്കുകയാണ്. അവൾ കൊണ്ടുവന്നിരിക്കുന്നു. എടി നീയൊക്കെ ഇങ്ങനെ കാണിക്കും. കാരണം അച്ഛനും അമ്മയും നല്ലതുപോലെ വളർത്താത്തന്റെ കുഴപ്പം അത്. എന്റെ തന്ത കുടിച്ചിട്ടുണ്ടെങ്കിലേ നല്ല വർത്താനം പറയും. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. ആരാ? ആ കണമക്കൂടി രായൻ. അതാണ് എന്റെ അച്ഛൻ. പാവുമായിരുന്നു. കടം മേടിച്ച് കുടിച്ച് അവസാനം വീടും കുടുംബം ഒക്കെ വിറ്റ് തൊലച്ച് നടുറോട്ടി കിടന്ന് ചത്തു. അച്ഛനെ പേരെന്തോ പറഞ്ഞേ? കടമക്കുടി രായൻ. കടമക്കുടി രായനല്ല, കടം മേടിച്ച് കുടിക്കുന്ന രായൻ. അങ്ങനെ പറയണം. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? പരിചയപ്പറ. നിങ്ങൾ എവിടെ വെച്ച് കണ്ടത്? പാരാ. അതെന്താന്നറിയാമോ? ചെട്ടിയുളങ്ങര ഭരണിക്ക് എന്റെ കൈകൊട്ടി കളിയുണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് വരുമ്പോ എന്റെ പൊന്നൂസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിച്ചതും പൊന്നൂസ് എന്നെ കൈകൊട്ടി വിളിച്ചതും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. നിനക്കവനെ വേണോ? എനിക്ക് വേണം. 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 നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? ഒരു വീടല്ലേ? ഒരു ആണിനെ നിൽക്കുമ്പോ എന്താണ് കാണിക്കുന്നവിടെ? നിനക്കവളെ വേണോ? എനിക്ക് വേണം. 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 നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? കാർത്തേനി വല്യമ്മ ഈ സാധനത്തിന് വേണ്ടിയാണോ നമ്മൾ തല്ലു പിടിക്കണത്? വല്ല കാര്യം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഹലോ, നിനക്കുള്ള വേണോ? ഹലോ, എന്തോന്ന്? എന്തിനാ കരയുന്നത്? ചാർലി ചായൻ എന്റെ പഴയ ഭർത്താവ് വരുത്തുന്നു. ഞാൻ ഇനി എന്തോ ചെയ്യും? അതിന് നീ എന്തിന് കരയുന്നത്? ഇപ്പൊ എനിക്ക് കൂടി ഞാൻ ഒരു പെണ്ണെ കൊണ്ടുവന്നില്ലേ? നമ്മൾ ജീവിക്കും. നിന്റെ പഴയ അച്ഛൻ നിങ്ങൾക്ക് ജീവിച്ചൊരു സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു അബദ്ധം ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തന്റെ പേരിൽ എഴുതി വെച്ചില്ലേടോ. നിന്റെ സ്വത്തുക്കളല്ല എനിക്ക് തരൂ. നിനക്ക് വേണോ? എനിക്ക് നിനക്ക് വേണോ? എനിക്ക് നിനക്ക് അങ്ങനെ വേണ്ട.